ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपा कदा मह्यं ददाति स्वपदान्तिकं। वन्देऽहं श्रीगुरुं श्रीयुतपथकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सगण रघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सगणललिता श्रीविशाखान्वितंश्च ये कृष्णा करुणा सिंधु दीनबंधो जगतपति गोपेश गोपिका कांद राधा कांद नमोस्तुते तप्त कांचन गौरांगी राधे वृंदावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये वाञ्छा कल्पतरुभ्यश्च कृपा सिन्धुभ्यः च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमः ओं विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिने नामिने नमस्ते सारस्वती देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देश तारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंदा। हरे कृष्ण 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 हरे 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 राम 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 हरे हरे। गुरुवे गौरचंद्राय राधिकाय तदालये कृष्णाय कृष्ण भक्ताय तद्भक्ताय नमो नमः। ഹരേ കൃഷ്ണ ഹരി ഓം തത്സത്. നമ്മളിന്ന് വായിക്കാൻ പോകുന്ന ഭഗവത്ഗീത ആസിറ്റീസ് 5-ാമത്തെ അധ്യായം 16-ാമത്തെ ശ്ലോകം നൽകും. ജ്ഞാനേന തു തദ് അജ്ഞാനം യേഷാം നാശിതം ആത്മനാം തേഷാം ആദിത്യവത് ജ്ഞാനം പ്രകശ്യന്തി തത്പരം. ജ്ഞാനേന തു തദ് അജ്ഞാനം യേഷാം നാശിതം ആത്മനാം തേഷാം ആദിത്യവത് ജ്ഞാനം പ്രകാശന്തി തത്പരം. മഞ്ജുമാതാജി. ഹരേ കൃഷ്ണ. ജ്ഞാനേന തു തത് അജ്ഞാനം യേഷാം നാശിത ആത്മനഃ തേഷാമാദിത്യവജ്ഞാനം പ്രകാശയതി തൽപരം. ഹരേ കൃഷ്ണ. റോഷി മാതാജി. ഹരേ കൃഷ്ണ പ്രഭു. ഓ നമോ ഭഗവതേ വാസുദേവായ. ജ്ഞാനേന തൂ തദജ്ഞാനം യേഷാം നാശിതമാത്മനഃ തേഷാമാദിത്യവജ്ഞാനം പ്രകാശയതി തത്പരം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സിനി മാതാജി. ഹരേ കൃഷ്ണ പ്രഭുജി. ജ്ഞാനേന തു തജ്ഞാനം യേഷാം നാശിതമാത്മനഃ തേഷാമാദിത്യവജ്ഞാനം പ്രകാശയതി തത്പരം. അതിന്റെ ട്രാൻസ്ലേഷൻ കൂടി വായിക്കും മലയാളത്തില്. അജ്ഞാനത്തെ നശിപ്പിക്കുന്ന ജ്ഞാനം കൊണ്ട് ഒരാൾ പ്രകാശിതനാവുമ്പോൾ പകൽ സമയത്ത് സൂര്യൻ എല്ലാം പ്രകാശിപ്പിക്കുന്നത് പോലെ അയാളുടെ ജ്ഞാനം എല്ലാം വെളിപ്പെടുത്തുകയും ചെയ്യുന്നു. Very good. When, however, one is enlightened with the knowledge by which nescience is destroyed, then his knowledge reveals everything. As the sun lights up everything in the daytime. Okay. എവിടെ സൂര്യപ്രകാശമുണ്ടോ അവിടെ അന്ധകാരം ഉണ്ടാവില്ല, അല്ലേ? എവിടെ ജ്ഞാനമുണ്ടോ അവിടെ അജ്ഞത ഉണ്ടാവില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പോ അന്ധകാരമാകുന്ന അജ്ഞാനത്തെ ജ്ഞാനമാകുന്ന ദീപത്തെ കൊണ്ട് കാണിച്ചു തരാൻ കഴിയും. എന്താണ് അജ്ഞാനം, എന്താണ് അജ്ഞാനം? ജ്ഞാനം പറയുന്നത് എന്താണ് ഇവിടെ? ഭൗതികമായ അറിവ്. ജ്ഞാനം ഭൗതികമായിട്ട് അറിവ്. അല്ല, ജ്ഞാനം. നോളേജ്, റിയൽ നോളേജ്. ഞാൻ ആരാണ്, ഭഗവാൻ ആരാണ്, നമ്മൾ തമ്മിലുള്ള ബന്ധം എന്താണ്, അതെങ്ങനെ പുനഃസ്ഥാപിക്കാം, ഈ എൻക്വയറി അല്ലെ, ഈ അന്വേഷണം. അതാതോ ബ്രഹ്മജിജ്ഞാസ. ഇനി ഞാൻ എന്നെ പറ്റിയും ഭഗവാനെ പറ്റിയും പ്രകൃതിയെ പറ്റിയും ഇതെല്ലാം അന്വേഷിക്കാനുള്ള ഒരു വിവേകബുദ്ധി എനിക്ക് ഉണ്ടാവട്ടെ. അതാ ഇപ്പോൾ മാത്രമേ പറ്റുള്ളൂ അത്. ഈ അന്വേഷണം, ഈ എൻക്വയറി മനുഷ്യജന്മത്തിന് മാത്രമേ നടക്കുള്ളൂ. മൃഗങ്ങൾക്ക് എൻക്വയറി ചെയ്യാൻ പറ്റില്ല. മൃഗങ്ങൾക്ക് ചോദിക്കാൻ പറ്റില്ല, ഞാൻ എന്തുകൊണ്ടാണ് ഇവിടെ കഷ്ടപ്പെട്ട് ജീവിക്കേണ്ടി വരുന്നത്, ഞാൻ എന്തുകൊണ്ടാണ് മറ്റുള്ളവരുടെ അടിമകളായിട്ട് ജീവിക്കേണ്ടി വരുന്നത്.
എന്ന് മൃഗങ്ങൾ ചോദിക്കാൻ പറ്റില്ല, അല്ലേ? എന്തുകൊണ്ടാണ് ഞാൻ ഇത്ര ബുദ്ധിമുട്ടി ഇവിടെ ജീവിക്കുന്നത് എന്ന് ഒരു മൃഗത്തിനും ചോദിക്കും. പക്ഷെ മനുഷ്യർക്ക് ചോദിക്കാം. ചില ആൾക്കാർ വളരെ പാവപ്പെട്ട കുടുംബത്തിൽ ജനിക്കുന്നു, ചില ആൾക്കാർ വളരെ ധനികരുടെ കുടുംബത്തിൽ ജനിക്കുന്നു. എല്ലാ ആർഭാടങ്ങളോടും എല്ലാ സൗകര്യങ്ങളോടും കൂടി എല്ലാ കംഫർട്ടോടും അവർ ജീവിക്കുന്നു. ചില ആൾക്കാർക്ക് വസിക്കാൻ വീടുകളില്ല, ഭക്ഷണം കഴിക്കാനില്ല, കൊടുക്കാൻ തുണികളില്ല, ദാരിദ്ര്യം, അല്ലെ? അങ്ങനെ സ്റ്റാർവേഷൻ ആയിട്ട് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ അവർക്ക് ചോദിക്കാം, എന്തുകൊണ്ടാണ് ഈ ഒരു പക്ഷപാതം ഭഗവാൻ കാണിക്കുന്നത്? നമ്മൾ ചോദിച്ചൂടെ, എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത്? ചില ആൾക്കാർക്ക് അല്ലാണ്ട് ഒരു പ്രശ്നമില്ല, ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷെ ചില ആൾക്കാർക്ക് ഒന്നുമില്ല. ശരിക്കും സമയത്തിന് ഭക്ഷണം കഴിക്കാനില്ല, ശരിക്കും കടന്നുറങ്ങാൻ ഒരു വീടില്ല, കൊടുക്കാൻ തുണിയില്ല, പിന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ജീവിതത്തിൽ. അപ്പൊ ഈ പാർഷ്യാലിറ്റി എന്തുകൊണ്ടാണ്, ഈ ഡിസ്പാരിറ്റി എന്തുകൊണ്ടാണ് സമൂഹത്തിൽ നിലനിൽക്കുന്നത്? ഇത് ചോദിക്കാനുള്ള വിവേക ബുദ്ധി നമുക്ക് ഭഗവാൻ തന്നിട്ടുണ്ട്. ഇത് മറ്റു ഒരു ജീവജാലങ്ങൾക്കും കൊടുക്കാത്ത ഒരു കാര്യമാണ്. നമ്മളുടെ മനുഷ്യരുടെ പ്രിറോഗേറ്റീവ് മാത്രമാണത്. അതുകൊണ്ടാണ് വേദാന്ത സൂത്രത്തിന്റെ ആദ്യത്തെ അഫോറിസം തന്നെ പറയുന്നത്, സൂത്രം, അതായത് അതാധോ ബ്രഹ്മജിജ്ഞ. ഇനി ഞാൻ ഇത് അന്വേഷിക്കട്ടെ. ഈ മനുഷ്യ ജീവിതത്തിൽ മാത്രമേ എനിക്ക് അത് അന്വേഷിക്കാൻ പറ്റുള്ളൂ. ഒരാൾക്കും വേറൊരു ഒരു ശരീരത്തിലും ഇത് അന്വേഷിക്കാൻ പറ്റില്ല. ജ്ഞാനം എന്ന് പറഞ്ഞാൽ ആത്മീയത്യ ജ്ഞാനമാണ്. നമ്മൾ എവിടുന്ന് വരുന്നു, നമ്മൾ ആരാണ് ഇതിന്റെ എല്ലാം ഇതിന്റെ രചയിതാവ്, ഈ സ്ക്രിപ്റ്റ് ആരാണ് എഴുതിയിരിക്കുന്നത്, ഇത് എവിടുന്ന് ഉത്ഭവിക്കുന്നത്? അപ്പൊ ഈ വലിയൊരു സ്ക്രിപ്റ്റിന്റെ ആ ഒരു നാടകത്തിലെ ഒരു കഥാപാത്രം നമ്മളെല്ലാവരുമാണ്. നമ്മളുടെ റോൾ എന്താണ് ഇവിടെ? ഇതെല്ലാം മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു അറിവിനെയാണ് ജ്ഞാനം പറയുന്നത്. അജ്ഞാനം എന്ന് പറഞ്ഞാൽ ഭൗതിക തലത്തിൽ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് എങ്ങനെ ജീവിക്കാം, അതായത് മെറ്റീരിയൽ നോളേജ്, അതും ആവശ്യമാണ്. കാരണം വെച്ചാൽ നമ്മള്, പക്ഷെ ജ്ഞാനമുണ്ടെങ്കിൽ അതെല്ലാം അതിനുള്ളിലുണ്ട്. അതായത് സ്പിരിച്വൽ നോളേജ് ഇൻക്ലൂഡ്സ് എവറിത്തിങ്. എങ്ങനെ നമുക്ക് ഈ ഭൗതിക ലോകത്തിലെ യാതൊരു ആസക്തി കൂടാതെ നമുക്ക് എങ്ങനെ ജീവിക്കാം നല്ല രീതിയിൽ, അതിനുള്ള നോളജും കൂടി നമ്മുടെ സ്പിരിച്വൽ നോളജിലുണ്ട്. പക്ഷെ വെറും മെറ്റീരിയൽ നോളജിൽ അതില്ല. അതുകൊണ്ടാണ് നമുക്ക് എസ്പെഷ്യലി സനാതനധർമ്മം ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് പറ്റുന്ന വലിയൊരു മടി അല്ലെങ്കിൽ വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ആധ്യാത്മിക ശിക്ഷണം നമുക്ക് കിട്ടുന്നില്ല. മറ്റെല്ലാ സമുദായക്കാർക്കും അവർക്ക് സൺഡേ സ്കൂളുണ്ട്, ഫ്രൈഡേ സ്കൂളുണ്ട്, പിന്നെ അവരുടേതായിട്ടുള്ള മതപഠന ക്ലാസ്സസുകളുണ്ട്. നമുക്ക് മാത്രം അതില്ല. അതുകൊണ്ടാണ് നമുക്ക് ആ ആധ്യാത്മിക ബലം ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ പല തെറ്റായിട്ടുള്ള വഴികളിൽ കൂടി പോകുന്നത്. ആത്മഹത്യയുടെ റേറ്റ് നമ്മളുടെ സമൂഹത്തിലാണ് ഏറ്റവും കൂടുതൽ. കാരണം നമുക്ക് ഒന്നും വിസ്റ്റാൻഡ് ചെയ്യാനുള്ള കഴിവോ, എന്താണ് ശരി എന്താണ് തെറ്റ്, ഇത് തിരിച്ചറിയാനുള്ള വിവേക ബുദ്ധിയോ നമുക്കില്ല. കാരണം ആധ്യാത്മിക ശിക്ഷണം നമുക്ക് കിട്ടുന്നില്ല. നമുക്ക് ഭൗതിക തലത്തിലുള്ള ശിക്ഷണം, അതെന്താണ്? കോമ്പറ്റീഷനാണ് പഠിപ്പിക്കുന്നത്. മത്സരബുദ്ധി, ജലസി, എങ്ങനെയെങ്കിലും മറ്റുള്ളവരെ താഴ്ത്തിറങ്ങിയിട്ട് ഞാൻ മീതെ പോയിരിക്കുക, അല്ലെ? ആ ഒരു മത്സര ബുദ്ധിയാണ് ഇവിടെ. കോമ്പറ്റീഷൻ, റേറ്റ് റൈസ്, അല്ലെ? റേറ്റ് റൈസ് ആണ് എപ്പോഴും, ആരെ മുമ്പിലെത്തും എന്നുള്ളൊരിതാണ്. അപ്പോ നമുക്ക് വേണ്ടത് ആത്മീയ ജ്ഞാനമാണ്. When however one is enlightened with the knowledge by which nation പറഞ്ഞ അജ്ഞത, അത് നശിപ്പിക്കുക. Then this knowledge reveals everything. അപ്പൊ എല്ലാ അറിവും നമുക്ക് കിട്ടും. എങ്ങനെ ഒരു സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ അന്ധകാരത്തിന്റെ ആ പ്രഭാവം എല്ലാം മാറി, അല്ലെ? ദിവസത്തിന്റെ ആ തുടക്കം മുതൽക്ക് അവസാനം വരെ, അതായത് ഉദയം സൂര്യാസ്തമന സമയം നമുക്ക് ലൈറ്റിന്റെ ആവശ്യമില്ല, അതായത് കൃത്രിമ ലൈറ്റിന്റെ ആവശ്യമില്ല. എല്ലാം വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അതുകൊണ്ടാണ് സൺലൈറ്റിനോട് ഉപമിച്ചിരിക്കുന്ന ജ്ഞാനത്തെ. Those who have forgotten Krishna must certainly be bewildered. അപ്പോൾ നമ്മളുടെ അജ്ഞത എന്താണ്? നമ്മളുടെ ഭഗവാനെ മറന്നിരിക്കുന്നു. നമ്മൾ ആരെയാണോ സേവിക്കേണ്ടത് അത് മറന്നിരിക്കുന്നു. സേവനം എന്നുള്ളത് എല്ലാവർക്കും പറഞ്ഞിട്ടുള്ളതാണ്. എല്ലാവരും സേവിക്കുന്നുണ്ട്.
ഭക്തനും അഭക്തനും ഒക്കെ സേവിക്കുന്നുണ്ട്. പക്ഷേ ഒബ്ജക്റ്റ് ഓഫ് സർവീസ് അത് മാറിയെന്ന് മാത്രം. നമ്മള് ഭാര്യ ഭർത്താവിനെ സേവിക്കുന്നു, ഭർത്താവ് ഭാര്യയെ സേവിക്കുന്നു, അച്ഛനും അമ്മയും കുട്ടികളെ സേവിക്കുന്നു, പൗരന്മാരെ ഗവൺമെന്റിനെ സേവിക്കുന്നു. ഇതെല്ലാം സേവനമുണ്ട്, സേവന മനോഭാവം എല്ലാവർക്കും ഉണ്ട്. സേവിക്കാതിരിക്കാൻ പറ്റൂല. ഡയറക്ട്ലി or ഇൻഡയറക്ട്ലി നമ്മൾ സേവിച്ചേ പറ്റും. പക്ഷെ അതിന്റെ ഒബ്ജക്റ്റ് വ്യത്യാസം. നമ്മൾ ഭൗതിക തലത്തിലുള്ള പേഴ്സണാലിറ്റീസിനെ, വസ്തുക്കളെ, നമ്മൾ വസ്തുക്കളെ സ്നേഹിക്കുന്നു, മനുഷ്യരെ നമ്മൾ സ്നേഹിക്കുന്നില്ല. ഇപ്പോഴത്തെ കാലത്ത് അതാണ്. ഗാഡ്ജറ്റ്സിനെ സ്നേഹിക്കുന്നു. എനിക്ക് മൊബൈൽ മതി, അച്ഛനും അമ്മയൊന്നും വേണ്ട, അല്ലേ? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ആളെന്ന് പറഞ്ഞാൽ ആളെന്ന് പറയുമ്പോൾ വലിയ വസ്തുവാണ്. ഏറ്റവും ആരോടെ ഇഷ്ടം? അമ്മയും വേണ്ട, അച്ഛനും വേണ്ട, ഭാര്യയും വേണ്ട, ഭർത്താവും വേണ്ട, മൊബൈൽ മതി. അതെനിക്ക് എല്ലാ സന്തോഷം തരുന്നുണ്ട്. അപ്പൊ വസ്തുക്കളോടാണ് നമുക്ക് കൂടുതൽ സ്നേഹം. ഇപ്പോൾ ഗാഡ്ജറ്റ്സ് അതില്ലെങ്കിൽ, എസ്പെഷ്യലി ഇന്നത്തെ കാലത്ത് കുട്ടികളുടെ അഡിക്ഷൻ വന്നു കഴിഞ്ഞാൽ അവരെന്താ ചെയ്യാന്നൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെയാണ് ആ അഡിക്ഷൻ വന്നിരിക്കുന്നത്. അപ്പോ ജീവിക്കുന്ന ആൾക്കാരോടല്ല, എവിടെ കോൺഷ്യസ്നെസ്, ബോധം ഉണ്ടോ, അവബോധം ഉണ്ടോ, അവരോട് അവർക്കിതില്ല. കാരണം വെച്ചാൽ അവരൊന്നും അവരുടെ താളത്തിന് തുള്ളുന്നില്ല. ഗാഡ്ജറ്റ്സ് അങ്ങനെയല്ല. അപ്പൊ ഇതാണ് അജ്ഞത. ഈ അജ്ഞതയിൽ നിന്ന് നമ്മളെ, ഈ അന്ധകാരത്തിൽ നിന്ന് നമ്മളെ വെളിച്ചത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ ഭഗവത്ഗീത, ഭാഗവതം തുടങ്ങിയിട്ടുള്ള ഗ്രന്ഥങ്ങള് ഭഗവാൻ തന്നെ നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഭഗവാൻ ഈ പ്രപഞ്ചം സൃഷ്ടിച്ച സമയത്ത് ഒരു മാനുവൽ എന്ന രീതിക്ക് നമുക്ക് ഭഗവത്ഗീത, ഭാഗവതം, എങ്ങനെ നമ്മളൊരു പ്രൊഡക്റ്റ്, ഒരു എക്യുപ്മെന്റ്, ഒരു ഇൻസ്ട്രുമെന്റ് വാങ്ങുമ്പോൾ അതിൻ്റെ കൂടെ ഒരു മാനുവൽ, ഓപ്പറേഷൻ മാനുവൽ വരുന്നു. അതേപോലെ ഈ പ്രപഞ്ച സൃഷ്ടിയോട് കൂടിയിട്ട് ഭഗവാൻ ഒരു ഓപ്പറേഷൻ മാനുവൽ തന്നിട്ടുണ്ട്. അതാണ് ഭഗവത്ഗീത, ഭാഗവതം. അപ്പൊ ഇതനുസരിച്ചിട്ട്, ഇതിനനുസരിച്ച് നമ്മൾ ഈ പ്രപഞ്ചത്തിൽ ജീവിക്കുകയാണെങ്കിൽ, എങ്ങനെ ഒരു ഓപ്പറേഷൻ മാനുവൽ പ്രകാരം നമ്മൾ ആ ഒരു ഇൻസ്ട്രുമെന്റിനെ ഉപയോഗിക്കുന്നുവോ, അതേപോലെ തന്നെ നമ്മള് ഭഗവത്ഗീത, ഭാഗവതമായിട്ടുള്ള മാനുവല് പ്രപഞ്ചത്തിൽ ജീവിക്കാൻ എങ്ങനെ നമുക്ക് മനുഷ്യജന്മം കൊണ്ട് നടത്താൻ പറ്റും, അത് പ്രകാരം നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ ഈ ജീവൻ സാഫല്യമാകും. അല്ലെങ്കിൽ ഇത് മാനുവൽ പഠിക്കാതെ നമ്മൾ ഒരു വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു എക്യുപ്മെന്റ്, ഫോർ എക്സാമ്പിൾ ഒരു മെഡിക്കൽ എക്യുപ്മെന്റ്, അത് നമ്മൾ കൈകാര്യം ചെയ്യാണ്, ഓപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും? ടോട്ടലി ഡിവാസ്റ്റേറ്റഡ്. എന്തൊക്കെ സംഭവിക്കുമെന്നും പറയാൻ പറ്റില്ല. ഇവിടെ പറയുന്നത് those who have forgotten Krishna must certainly be bewildered. ഭഗവാനെ മറന്നാൽ നമ്മൾ തീർച്ചയായിട്ടും ആ ഭ്രമത്തിലായിരിക്കും. ബട്ട് those who are in Krishna consciousness are not bewildered. അപ്പോൾ നമുക്ക് ഭഗവാനെ ഓർമ്മ, ഭഗവാന്റെ കൃപാകടാക്ഷം കാരണം നമുക്ക് ശരി എന്ത്, തെറ്റ് എന്ത്, ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതനുസരിച്ച് നമുക്ക് ജീവിക്കാൻ പറ്റും. ഇറ്റ് ഈസ് സ്റ്റേറ്റഡ് ഇൻ ഭഗവത്ഗീത, സർവം ജ്ഞാനപ്ലവേന ജ്ഞാനാഗ്നി സർവകർമാണി നഹി ജ്ഞാനേന സദൃശം. Knowledge is always highly esteemed. And what is that knowledge? Perfect knowledge is achieved when one surrenders to Krishna, and is said in the 7th chapter, 19th verse, Bahunam janmanam ande jnanavan mam prapadyate vasudeva sarvam iti samahatma sudurlava. Oh, ഭഗവാൻ തന്നെ ഭഗവത്ഗീതയില് 7ാമത്തെ അധ്യായത്തില് 19ാമത്തെ ശ്ലോകം വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. ഈ ജ്ഞാനം നമുക്ക് എപ്പോഴാണ് കിട്ടുന്നത്? ബഹുനാം ജന്മനാമന്തി, ഒരുപാട് ജന്മങ്ങൾക്ക് ശേഷം. ജ്ഞാനമാൻമാം പ്രപദ്യതേ, ഏതൊരു വ്യക്തിയാണോ ആ ജ്ഞാനത്തിന്റെ തലത്തിലേക്ക് ഉയരുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് ബഹുനാം, ഒരുപാട് ജന്മം എടുക്കേണ്ടി വരുന്നത്? കാരണം നമ്മളുടെ ഹൃദയത്തിലുള്ള കൽമശങ്ങളും അനർത്ഥങ്ങളും എല്ലാം മാറിയാലാണ് നമുക്ക് ഈ ജ്ഞാനം നമ്മളുടെ തലയിലുള്ളിൽ കയറുന്നു. അല്ലെങ്കിൽ എത്ര പറഞ്ഞാലും നമുക്ക് മനസ്സിലാവില്ല. അപ്പൊ നമ്മളുടെ അനർത്ഥങ്ങളെല്ലാം മാറുമ്പോൾ മാത്രമാണ് നമുക്കിത് മനസ്സിലാക്കാൻ തുടങ്ങുന്നത്. അപ്പൊ ഒരുപാട് ജന്മങ്ങൾ എടുക്കേണ്ടി വരും. നമ്മുടെ അതിനുള്ള സുഹൃതി ഉണ്ടാവില്ല, പുണ്യം ഉണ്ടായിരിക്കില്ല. ഒരുപാട് പാപം ചെയ്തതിന്റെ ഫലമായിട്ട് നമുക്ക് ഇതൊന്നും മനസ്സിലാക്കാനുള്ള ആ ഗുണം നമുക്കുണ്ടാവില്ല. അതുകൊണ്ടാണ് ബഹുനാം ജന്മനാം അന്തേ
ജ്ഞാനമാൻ അപ്പൊ എപ്പോഴാണ് അങ്ങനെ ഒരുപാട് ജന്മത്തിന് ശേഷം, ജനന മരണത്തിന് ശേഷം നമുക്ക് ആ ജ്ഞാനം ലഭിക്കുന്നത്, അപ്പൊ മാത്രമേ നമ്മളൊക്കെ എന്ത് മനസ്സിലാവൂ, വാസുദേവ സർവം വിധി സമാത്മസു ദുർലഭ, എല്ലാം വാസുദേവനാണ്, കൃഷ്ണനാണ് എന്നുള്ളത് മനസ്സിലാവും. അങ്ങനത്തെ ജീവാത്മാക്കള്, അതായത് മഹാത്മാക്കള്, അങ്ങനത്തെ മഹാത്മാക്കള് വളരെ വളരെ വിരളമാകുന്നു. സമാത്മസു ദുർലഭമാണ് കാണാൻ പറ്റും. ഒരുപാട് മനുഷ്യരുണ്ടായിരിക്കും, പക്ഷെ അതില് മഹാത്മാവായിട്ട് നമ്മൾ കരുതപ്പെടുന്ന ആ ആൾക്കാർ വളരെ വളരെ കുറവേ ഉണ്ടായിരിക്കുള്ളൂ. കാരണം എല്ലാം വാസുദേവനാണ്, എല്ലാം വാസുദേവൻ അർപ്പിക്കണം, അദ്ദേഹമാണ് ഇതിന്റെ എല്ലാം മാസ്റ്ററും കൺട്രോളറും പ്രൊപ്പറേറ്ററും എൻജോയറും എല്ലാം അദ്ദേഹമാണ് എന്നുള്ള തലത്തിലേക്ക് നമ്മുടെ ബുദ്ധി വളരണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ജനനമരണം കൂടെ കടന്നു പോകേണ്ടി വരും. അങ്ങനത്തെ ഒരു വ്യക്തിക്ക് മാത്രമാണ്, കാരണം എല്ലാ പാപകർമ്മങ്ങളും നശിച്ച ശേഷം മാത്രമേ നമുക്ക് ആ തലത്തിലേക്ക് വീഴാൻ പറ്റുള്ളൂ. അതാണ് പറയുന്നത് ജ്ഞാനമാത്മാ പ്രപദ്യതേ. After passing through many births, when one perfect in knowledge surrenders unto Krishna, or when one attains Krishna consciousness, then everything is revealed to him, as everything is revealed by the sun in the daytime. അപ്പോൾ എപ്പോഴാണോ ഭഗവാൻ പൂർണ്ണമായിട്ട് നമ്മൾ ശരണം പ്രാപിക്കുന്നത്, ആ സമയത്ത് നമുക്ക് എല്ലാം ഭഗവാൻ തന്നെ വെളിപ്പെടുത്തി തരും. എങ്ങനെ സൂര്യൻ ഉള്ള സമയത്ത് സൂര്യന്റെ ആ പ്രഭാവത്തില് നമുക്ക് എല്ലാം ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും ഡേ ടൈമിൽ. സോ ദ ലിവിംഗ് എൻറ്റിറ്റി ഈസ് bewildered in so many ways. For instance, when he unceremoniously thinks himself God, he actually falls into the last snare of naysayers. അപ്പൊ ചില ഫിലോസഫി സിദ്ധാന്തങ്ങൾ പഠിപ്പിക്കുന്നത്, നമ്മൾക്ക് റിയലൈസേഷൻ ആയി കഴിഞ്ഞാൽ നമ്മൾ ഭഗവാനാവും. അതെന്താണ് പറയുന്നത്? ദാറ്റ് ഈസ് ദ ലാസ്റ്റ് സ്നെയർ ഓഫ് നേസിൻസ്. ഇത് അജ്ഞതയുടെ അവസാനത്തെ ആ കുടുക്കാണെന്ന് പറയുന്നത്. അങ്ങനെ നമുക്ക് ഭഗവാനാവാൻ പറ്റുമോ? ഭഗവാൻ ആർക്കെങ്കിലും ആവണമെന്ന് ആഗ്രഹമുണ്ടോ? ഭഗവാൻ ഒരു കൂട്ടുകച്ചവടമാണോ? പാർട്ണർഷിപ്പ് കമ്പനിയാണോ? ഭഗവാൻ ഒന്നേ ഉള്ളൂ. പാർട്ണർഷിപ്പ് കമ്പനിയിൽ അടിപിടിയാവും. ഞാൻ ഭഗവാൻ, നീ ഭഗവാൻ വേണ്ടായിരിക്കും. ഭഗവാന്റെ അവിടെ അതില് ഭഗവാൻ വൺ വിത്തൗട്ട് എ സെക്കൻഡ്, രണ്ടാമതൊന്നുമില്ല. വൺ വിത്തൗട്ട് എ സെക്കൻഡ് ഈസ് ഓൺലി. അപ്പൊ അതുകൊണ്ട് ഭഗവാൻ ആർക്കും ഭഗവാനാവാൻ പറ്റില്ല. ഭഗവാന്റെ ക്വാളിറ്റി ചെറിയ അംശത്തിൽ നമ്മളുടെ എല്ലാവരുടെ കയ്യിലുണ്ട്, നമ്മളെല്ലാവരിലുണ്ട്. പക്ഷേ നമ്മൾ ഭഗവാനാവാൻ പറ്റില്ല. ഭഗവാൻ ഇൻഫിനിറ്റ് ആണ്, നമ്മൾ ഇൻഫിനിറ്റിസിമലാണ്. ഭഗവാൻ വിഭുവാണ്, നമ്മൾ അണുവാണ്. ഒരിക്കലും ഭഗവാന്റെ ആ 100% ക്വാളിറ്റീസ് നമുക്ക് കിട്ടൂല. നമ്മളെപ്പോഴും ഭഗവാന്റെ പാർട്ട് ആൻഡ് പാർസൽ ആണ്. മമായി വാംശോ ജീവലോകി ജീവഭൂത സനാതന എന്നാണ് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ ഭൗതിക ലോകത്തിൽ എല്ലാവരും ഭഗവാന്റെ അംശങ്ങളാണ്, സനാതനമായിട്ടുള്ള അംശങ്ങളാണ്. എറ്റേണലി വി ആർ പാർട്ട് ആൻഡ് പാർസൽ. അതുകൊണ്ട് നമുക്കും ജനനവുമില്ല മരണവുമില്ല. നമുക്കെന്ന് പറഞ്ഞാൽ ആത്മാവിന് ശരീരം മാത്രമേ ജനിക്കുന്നുള്ളൂ, ശരീരം മാത്രമേ മരിക്കുന്നുള്ളൂ. ആത്മാവ് എപ്പോഴും എറ്റേണലി എക്സിസ്റ്റന്റ് ആണ് എന്നാണ് പറയുന്നത്. സോ if a living entity is God, then how can he become bewildered by nations? ആർഗ്യുമെന്റ്, ഒരു തർക്കം പ്രഭാത ചോദിക്കാണ്. നമ്മുടെ ജീവാത്മാക്കള് ഭഗവാൻ ആണെന്ന് വിചാരിക്കുക. എങ്ങനെയാണ് നമ്മളൊക്കെ അജ്ഞത, ഇതൊന്നും അറിവില്ലായ്മ വരുന്നത്? നമ്മൾ ഭഗവാനാണെന്നെല്ലാം അറിയണ്ടേ? അറിയോ? നമ്മള് ഇന്ന് രാവിലെ എന്താ ബ്രേക്ക്ഫാസ്റ്റ് നാസ്തയിൽ കഴിച്ചത് ചോദിച്ചാൽ ചിലപ്പോൾ തല ചൊറിയേണ്ടി വരും. ഇതാണ് നമ്മളുടെ അറിവ്.
പ്രഭുപാദ ഏർലി ഡേയ്സിൽ ഒരു ഡിവോട്ടി ഉണ്ടായിരുന്നു. മായാവതി ഫിലോസഫി ഫോളോ ചെയ്യുന്ന ഒരു ഡിവോട്ടിയാണ്. ഇടയ്ക്കിടയ്ക്ക് വരും, ക്ലാസ്സിന് വരെ അറ്റൻഡ് ചെയ്യും. അപ്പോൾ അവിടെ ആർഗ്യൂ ചെയ്യും. അതായത് നമുക്കും ഭഗവാനാവും, ഞാനും ഭഗവാനാണ്. പ്രഭാത് ഒരു ദിവസം എന്ത് ചെയ്തു, അതെ ഞാൻ നോക്കട്ടെ ഭഗവാനാണെങ്കിൽ. അദ്ദേഹം ഭക്തന്മാർ പറഞ്ഞു നിറച്ചും പ്രസാദം കൊടുക്കാൻ പറഞ്ഞു. നിറച്ചും പ്രസാദം കൊടുത്തോ, കഴിച്ചു. മതി എല്ലാം കഴിക്കൂ, ഭഗവാനല്ലേ, ഭഗവാനെ എത്ര വേണം കഴിക്കാലോ, കഴിക്കൂ, നിർബന്ധിച്ചു. അങ്ങനെ അദ്ദേഹം കഴിച്ചിട്ട് ആകെതായി. കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ടോയ്ലറ്റിൽ പോകണം. ഡിവോട്ടീസിനോട് പറഞ്ഞു ടോയ്ലറ്റ് ലോക്ക് ചെയ്യാൻ പറഞ്ഞു. അദ്ദേഹത്തിന് ഒരു നിവൃത്തിയിൽ എങ്ങനെയും ടോയ്ലറ്റ് പോയാലേ പറ്റൂ. അപ്പൊ പറഞ്ഞു ഭഗവാനാണ്, തൻ്റെ ബവൽ കൺട്രോൾ കൂടി ചെയ്യാൻ പറ്റില്ലെങ്കിൽ പിന്നെ എന്ത് ഭഗവാനാണ്? എന്നിട്ട് പറയാൻ പറഞ്ഞു ഞാൻ ഭഗവാനല്ല, ഞാൻ ഭഗവാന്റെ സെർവന്റ് ആണെന്ന് പറയാൻ പറഞ്ഞു. എന്നാൽ മാത്രമേ തുറക്കുള്ളൂ. അങ്ങനെ പറയിപ്പിച്ചു, എന്നിട്ട് തുറന്നു കൊടുത്തു. അങ്ങനെ ഡിവോട്ടീസ് പറയണ്ടായി. അപ്പോ നമ്മള് എന്ത് ഭഗവാനാണ്? നമ്മളുടെ ബവൽ മൂവ്മെന്റ് കൂടി നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, പിന്നെ എങ്ങനെ ഭഗവാൻ എന്ന് പറയുന്നത്? അതേപോലെയാണ് ഇവിടെ ലിവിങ് എൻറ്റിറ്റി ഈസ് bewildered in so many ways. For instance, when he unceremoniously thinks himself God. ഒരിക്കലും നമ്മൾ ഭഗവാനാവില്ല, നമുക്ക് ഭഗവാനാക്കാൻ പറ്റൂല. He actually falls into the last snare of naysayers. If living entity is God, then how can he become bewildered by naysayers? Does God become bewildered by naysayers? If so, then naysayers or Satan is greater than God. അപ്പൊ അങ്ങനെയാണെങ്കിൽ അപ്പൊ സത്താൻ എന്ന് പറഞ്ഞാൽ എന്താണ് പറയുക? ഇവിൾ സ്പിരിറ്റ് അല്ലെ? ഭഗവാനെക്കാട്ടിലും ഉയർന്ന തലത്തിലായിരിക്കണം എന്നാണ് പ്രഭാത് പറയുന്നത്. റിയൽ നോളേജ് ക്യാൻ ബി ഒബ്റ്റെയിൻ ഫ്രം എ പേഴ്സൺ who is in perfect Krishna consciousness. Therefore, one has to seek out such a bona fide spiritual master and under him learn what Krishna consciousness is. For Krishna consciousness will certainly drive away all naysayers as the sun drives away darkness. Even though a person may be in full knowledge that is not the body, but is transcendent to the body, still may not be able to discriminate between the soul and the super soul. അപ്പൊ നമുക്കത് തത്വത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ടാവും. നമ്മളെല്ലാവരും ഞാനിത് ശരീരമല്ല, ഞാൻ ആത്മാവാണ്. എങ്കിലും ആ തലത്തിലേക്ക് ഉയർന്ന് ആ തലത്തിൽ നമുക്ക് ജീവിക്കാൻ അത്ര എളുപ്പമല്ല. അതിന് നമുക്ക് ഭഗവാന്റെ കൃപാകടാക്ഷം വേണം. നമ്മൾ അതിന് എഫേർട്ട് എടുക്കണം. ഈസി അല്ല. തത്വത്തിൽ അറിയാം, ഐ എം നോട്ട് ദ ബോഡി, ഐ എം ദ സോൾ, ഇതെല്ലാം ടെമ്പററി, ഇതെല്ലാം നമുക്കറിയാം. പക്ഷെ ആ തലത്തിലേക്ക് ഉയരാൻ അതിന് വൈഷ്ണവന്മാരുടെ ഭഗവാന്റെ കൃപാകടാക്ഷം വേണം. അതിനുള്ള ആ പുണ്യം വേണം, സ്പിരിച്വൽ ക്രെഡിറ്റ്സും വേണം. അതാണ് പറയുന്നത്, ഈവൻ ദ പേഴ്സൺ മേ ബി ഇൻ ഫുൾ നോളേജ് that he is not this body but is transcendental to the body, he still may not be able to discriminate between the soul and the super soul. അതായത് ആത്മാവും പരമാത്മാവും തമ്മിലുള്ള ആ വ്യത്യാസം അവർക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് മായാവാദ ഫിലോസഫിയിൽ അവർ ചെന്ന് അകപ്പെടുന്നത് സോളും പരമാത്മാവും ഒന്നാണ് എന്ന് വിചാരിച്ചിട്ട്. However, he can know everything well if he cares to take shelter of the perfect bona fide Krishna conscious spiritual master. One can know God and one's relation with God only when one actually meets a representative. ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള ബന്ധം, അതിന്റെ ഡിഫറൻസ് ഇതെല്ലാം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഭഗവാന്റെ റെപ്രസെന്റേറ്റീവ്, പ്യുവർ അതായത് ബോണഫൈഡ് റെപ്രസെന്റേറ്റീവിന്റെ കീഴിൽ നമുക്ക് ട്രെയിനിങ് കിട്ടുമ്പോൾ മാത്രമേ അത് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. A representative of God never claims that he is God, although he is paid all the respect ordinarily paid to God because he has knowledge of God. സാധാരണ ഒരു ഭഗവാന്റെ റെപ്രസെന്റേറ്റീവ് ഒരിക്കലും ക്ലെയിം ചെയ്യില്ല താൻ ഭഗവാന്. പക്ഷെ ഭഗവാന് കൊടുക്കുന്ന എല്ലാ ആദരവിനും ആ റെപ്രസെന്റേറ്റീവ് കൊടുക്കണം. കാരണം ഭഗവാനെ പറ്റിയുള്ള എല്ലാ ജ്ഞാനവും അദ്ദേഹത്തിനുണ്ട്. One has to learn the distinction between God and the living entity. Lord Sri Krishna therefore stated in the second chapter 2.12
that every living being is individual, that the Lord is also individual. ഏതാണ് ഈ ശ്ലോകം? 2:12. നത്വേവാഹം ജാതുനാശം, അതാണോ? ഏതാണ്? നത്വേവാഹം ജാതുനാസം, അത് തന്നെ. വായിക്കും മാതാജി. നത്വേവാഹം ജാതുനാസം ന ത്വം നേമേ ജനാധിപാ ന ചൈവ ന ഭവിഷ്യാമ സർവേ വയമതഃ പരം. നത്വേവാഹം ജാതുനാശം നത്വം നിമേന ജനാമി. Never was there a time that I did not exist, nor you, nor all these kings for Arjuna. Okay? അതായത് ഭൂതകാലത്തും വർത്തമാനകാലത്തും ഭവിഷ്യത്തിനും എല്ലാവരും, അതായത് നീയും ഞാനും ഈ കാണുന്ന എല്ലാ രാജകുമാരും ഉണ്ടായിരിക്കും. ഭൂതകാലത്തുണ്ടായിരുന്നു, വർത്തമാനത്തുമുണ്ട്, ഇനി ഭവിഷ്യത്തിനും ഇവരെല്ലാവരും ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഇവരെല്ലാം സനാതന, ഇൻഡിവിജ്വൽ. അപ്പോ സനാതന പറഞ്ഞാൽ എറ്റേണൽ. അപ്പൊ പിന്നെ എങ്ങനെ നമ്മൾ ഭഗവാനാവുന്നത്? എങ്ങനെ ഭഗവാനിൽ നമ്മൾ അലിഞ്ഞു ചേരുന്നത്? നമ്മളുടെ അസ്തിത്വം എങ്ങനെ നമ്മൾ കളഞ്ഞു കുളിക്കുന്നത്? അപ്പോൾ അല്ലേ, they were all individual in the past, they are individuals at the present, they will continue to be individuals in the future, even after liberation. Future, even after liberation, മുക്തിക്ക് ശേഷവും they will maintain their individuality. അപ്പോൾ ഒരിക്കലും നമ്മൾ പോയിട്ട് ആ ബ്രഹ്മജ്യോതിയിലേക്കും അല്ലെങ്കിൽ നമ്മൾ ഭഗവാനിലേക്കും ആ ഒരു കൺസെപ്റ്റ് തെറ്റാണ്. ഭഗവത്ഗീത ഭഗവാൻ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. ഒരിക്കലും അത് സംഭവിച്ചില്ല. അതായത് ഭൂതകാലത്തും അവരുണ്ടായിരുന്നു, വർത്തമാനകാലത്തും ഉണ്ട്, ഇനി ഭവിഷ്യത്തിലും അവരുണ്ടായിരിക്കും. പിന്നെ എങ്ങനെ ഭഗവാനാവുന്നത്? പിന്നെ എങ്ങനെ ലയിക്കുന്നത്? സോ അറ്റ് നൈറ്റ് വി സീ എവറിഥിങ് ആസ് വൺ ഇൻ ദ ഡാർക്ക്നെസ്, ബട്ട് ഇൻ ഡേ വെൻ ദ സൺ ഈസ് അപ്പ് വി സീ എവറിഥിങ് ഇൻ ഇറ്റ്സ് റിയൽ ഐഡന്റിറ്റി. രാത്രി ഡാർക്ക്നെസ്സിൽ, അന്ധകാരത്തിൽ നമുക്ക് ക്ലാരിറ്റി ഇല്ല. പക്ഷേ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ ക്ലാരിറ്റി ആയി. നമുക്ക് വൃക്ഷങ്ങൾ കാണാം, വൃക്ഷങ്ങളിലെ ഓരോ ബ്രാഞ്ചസ് കാണാം, അതിലിരിക്കുന്ന പക്ഷികളെ കാണാം, ഓക്കെ, ഒരുപാട് ജീവജാലങ്ങളെ കാണാം. പക്ഷെ രാത്രി ഇതൊന്നും ക്ലിയർ അല്ല. നമുക്ക് എല്ലാം അന്ധകാരത്തിലും മറിഞ്ഞിരിക്കുകയാണ്. സൂര്യ വെളിച്ചത്തിൽ നമുക്ക് ഇതെല്ലാം ക്ലിയർ ആയിട്ട്, അപ്പൊ ജ്ഞാനം കിട്ടുമ്പോൾ നമുക്കിതെല്ലാം മനസ്സിലാക്കാൻ പറ്റും. അജ്ഞതയിൽ ഇതൊന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ലേ? സോ വെൻ ദ സൺ ഈസ് അപ്പ് വി സീ എവറിഥിങ് ഇൻ ഇസ് റിയൽ ഐഡന്റിറ്റി. Identity with individuality in spiritual life is real knowledge. Okay. നമ്മളെല്ലാം ഇൻഡിവിജ്വൽസ് എന്നുള്ള ആ ജ്ഞാനം ഒരിക്കലും നമ്മൾ മറക്കാൻ പാടില്ല. ഇപ്പോൾ മായാവാദ ഫിലോസഫി ചെയ്യുന്ന ആൾക്കാർ ചിലപ്പോൾ പറയും ഒരുപാട് നദികളുണ്ടല്ലേ, ഇതെല്ലാം അവസാനം ചെന്ന് ചേരുന്നത് സാഗരത്തിൽ ചെന്ന് ചേരുന്നു. അപ്പൊ നദികളുടെ ഐഡന്റിറ്റി അവിടെ പോയി. ഓ, ഭാരതപ്പുഴ ചെന്ന് ചേർന്നോ, ഗംഗ ചെന്ന് ചേർന്നോ, യമുന ചേർന്നോ, അല്ലെങ്കിൽ കാവേരി ചേർന്നോ, ഗോദാവരി, ഇതൊന്നും നമുക്കറിയാൻ പറ്റില്ല. സമുദ്രത്തിൽ ചെന്ന് ചേർന്നാൽ അവിടെ ഗോദാവരി ഇല്ല, അല്ലെങ്കിൽ ഭാരതപ്പുഴയില്ല, യമുനയില്ല, ഗംഗയില്ല, ഒന്നുമില്ല. നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് ഗംഗയുടെ ജലം, ഇത് യമുനയുടെ ജലം, ഇത് ഗോദാവരി, ഇത് കാവേരി, നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതേപോലെയാണ് അവർ പറയുന്നത്. അപ്പൊ പ്രഭുപാദ അതിന് എന്താണ് കൗണ്ടർ ആർഗ്യുമെന്റ് പറയുന്നത്? യെസ്, നമുക്ക് മനസ്സിലാവില്ല. കാരണം വെച്ചാൽ എല്ലാം ഒരേ വഴികൾ സ്റ്റേറ്റ് ഓഫ് ബീയിങ്ങിലാണ്, ലിക്വിഡ് ഫോമിലാണ്. പക്ഷെ ഓരോ പുഴയിലും മത്സ്യങ്ങളുണ്ട്. ആ മത്സ്യങ്ങൾ ഇപ്പോൾ ഭാരതപ്പുഴയിൽ നിന്ന് പോകുന്ന വെള്ളത്തിനുണ്ട്, ഗംഗയിൽ നിന്നും യമുനയിൽ നിന്നും കാവേരിയിൽ നിന്നും ഗോദാവരിയിൽ നിന്നും നർമ്മദ, സിന്ധു എന്നെല്ലാം പോകുന്ന വെള്ളം അതിൽ ചേർന്നാലും അതിൻ്റെ ഉള്ളിൽ അക്വാറ്റിക്സ് ഉണ്ട്. ഇവരതിൽ അലിഞ്ഞു ചേരുന്നുണ്ടോ? ഒരുപാട് മത്സ്യങ്ങളുണ്ട്. അതിന്റെ ഇൻഡിവിജ്വാലിറ്റി കീപ്പപ്പ് ചെയ്യുന്നില്ലേ? അതേപോലെ നമ്മൾ ജീവാത്മാക്കള് മുക്തി കിട്ടിയാലും നമ്മുടെ ഇൻഡിവിജ്വാലിറ്റി എങ്ങനെ വിവിധ നദികളുള്ള മത്സ്യങ്ങളും അക്വാറ്റിക്സും തൻ്റെ ഐഡന്റിറ്റി കീപ്പപ്പ് ചെയ്യുന്നു, അതേപോലെ നമ്മളെല്ലാം നമ്മളുടെ ഇൻഡിവിജ്വാലിറ്റി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഒരിക്കലും നമ്മൾ ഈ മത്സ്യങ്ങളൊന്നും വെള്ളത്തിൽ അലിഞ്ഞു ചേരുന്നില്ല, ഉണ്ടോ? ഇല്ല.
അതേപോലെ നമ്മൾ ജീവാത്മാക്കൾ ഒരിക്കലും അലിഞ്ഞു ചേരത്തില്ല. നമ്മളുടെ ഇൻഡിവിജ്വാലിറ്റി എപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും, റിയൽ ഐഡന്റിറ്റി. അതാണ് പറയുന്നത്. എല്ലാ നദികളും അതിൽ ലയിച്ചാലും ശരി, അതിലുള്ള ജീവജാലങ്ങളിൽ ലയിക്കുന്നില്ല. അതേപോലെ നമ്മൾ ജീവാത്മാക്കളെ ഭഗവാന്റെ എറ്റേണൽ പാർട്ട് ആൻഡ് പാർസലാണ്. ആ ജീവാത്മാക്കൾ എപ്പോഴും നമ്മളുടെ ഇൻഡിവിജ്വാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യും. ഒരിക്കലും നമ്മൾ ഭഗവാനിൽ ചെന്ന് ലയിക്കുന്നില്ല. നമ്മളുടെ ആ അസ്തിത്വം നമ്മൾ കളയുന്നില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, എന്താ ഇനി ക്വസ്റ്റ്യൻസ് ഓർ എനി കമന്റ്സ് ഇതില്? ഒന്നുമില്ല. അടുത്ത ശ്ലോകം വായിക്കാം. ടെക്സ്റ്റ് 17. തദ്ബുദ്ധയസ്തദാത്മാനസ് തന്നിഷ്ടസ്തത്പരായണാം ഗച്ഛന്ത്യ പുനർ ആവൃത്തിം ജ്ഞാനനിർധൂത കൽമഷാം. തദ്ബുദ്ധയസ്തദാത്മാനസ് തന്നിഷ്ടസ്തത്പരായണാം ഗച്ഛന്ത്യ പുനർ ആവൃത്തിം ജ്ഞാനനിർധൂത കൽമഷാം. ഹരേ കൃഷ്ണ. മഞ്ജു മാതാജി. ഹരേ കൃഷ്ണ. തദ്ബുദ്ധയാ തദാത്മാന തന്നിഷ്ഠ തത്പരായണഃ ഗച്ഛന്ത പുനരാവർത്തിം ജ്ഞാനനിർധൂത കൽമഷഃ. മാതാജി. ശ്രീകൃഷ്ണ. തദ്ബുദ്ധയസ്തദാത്മാനസ്തന്നിഷ്ഠാസ്തത്പരായണഃ ഗച്ഛന്ത്യ പുനരാവൃത്തിം ജ്ഞാനനിർധൂത കൽമഷഃ. ഹരിബോൾ. റോഷി മാതാജി. ഹരേ കൃഷ്ണ പ്രഭു, ഞാൻ മോളെ എടുക്കാൻ പോവാണ്. മഞ്ജു മാതാജി ഇതിന്റെ ട്രാൻസ്ലേഷൻ വായിക്കും. ഹരേ കൃഷ്ണ. ബുദ്ധിയും മനസ്സും വിശ്വാസവും ആശ്രയവുമെല്ലാം പരംപൊരുളിൽ കൃഷ്ണനിൽ ഉറപ്പിച്ചു നിർത്തുമ്പോൾ പരിപൂർണ ജ്ഞാനത്താൽ സംശയങ്ങൾ ഒഴിഞ്ഞ് മുക്തിമാർഗത്തിൽ മുന്നേറുന്നു. ഹരേ കൃഷ്ണ. ഹരിബോൾ. When one's intelligence, mind, faith, and refuge are all fixed in the Supreme, then one becomes fully cleansed of misgivings through complete knowledge and thus proceeds straight on the path of liberation. എപ്പോഴാണോ നമ്മളുടെ ബുദ്ധിയും മനസ്സും വിശ്വാസവും ആശ്രയം എല്ലാം ഭഗവാൻ കൃഷ്ണനിൽ നമ്മൾ അർപ്പിക്കുന്നത്, അപ്പൊ നമ്മളുടെ എല്ലാം മിസ്ഗീവിങ്സും നമ്മളുടെ തെറ്റിദ്ധാരണകളും മിസ്കൺസെപ്ഷൻസും നമ്മളുടെ അറിവില്ലായ്മയും എന്താണ് എല്ലാം മാറും. ദെൻ വാട്ട് ഹാപ്പൻ? കംപ്ലീറ്റ് നോളേജ്, പൂർണ്ണമായിട്ടുള്ള അജ്ഞാനം നമുക്ക് കിട്ടും. അത് ഏതിലേക്ക് വഴിതെളിക്കും? മുക്തിയിലേക്ക് വഴിതെളിക്കും. മുക്തി പറഞ്ഞാൽ ഇവിടെ നമ്മളുടെ ഇൻഡിവിജ്വാലിറ്റി അല്ലെങ്കിൽ നമ്മളുടെ ഐഡന്റിറ്റി നശിപ്പിക്കണ്ട. നമ്മളുടെ ഇൻഡിവിജ്വാലിറ്റി ആസ് ഭഗവാന്റെ പാർട്ട് ആൻഡ് പാർസൽ ആയിട്ടുള്ള ഇൻഡിവിജ്വാലിറ്റി എപ്പോഴും നമുക്കുണ്ടായിരിക്കും. മുക്തിക്ക് ശേഷമാണ് നമ്മുടെ ശരിക്കുള്ള ആ ഭക്തിയുത സേവനം തുടങ്ങുന്നത് തന്നെ. മുക്തിക്ക് ശേഷമാണ് നമ്മൾ ശുദ്ധ സാത്വിക് സ്റ്റേജിൽ എത്തുന്നത്. മുക്തി കിട്ടുന്നവരെ നമ്മളെപ്പോഴും ത്രിഗുണങ്ങളിലായിരിക്കും: സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. അല്ലെ? പക്ഷെ മുക്തി എന്ന് പറഞ്ഞാൽ ആ 3 ഗുണത്തിൽ നിന്നും അതീതമായിട്ടുള്ള തലത്തിലേക്ക് നമ്മൾ ഉയർത്തപ്പെട്ട് കഴിഞ്ഞു. സോ ഇവിടെ പറയുന്നത് ദ സുപ്രീം ട്രാൻസെൻഡന്റൽ ട്രൂത്ത് ഈസ് ലോർഡ് കൃഷ്ണ, പരമസത്യം. അല്ലെ? അതുകൊണ്ടാണ് എന്താണ് പറയുന്നത് ആദ്യത്തെ ശ്ലോകം, സത്യം പരം ധീമഹി. സത്യം പരം, പരമസത്യം ധീമഹി. ലെറ്റ് മീ മെഡിറ്റേറ്റ്. ആദ്യത്തെ ഭാവത്തെ ശ്ലോകം. ദ സുപ്രീം ട്രാൻസെൻഡന്റൽ ട്രൂത്ത് ഈസ് ലോർഡ് കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. അതുകൊണ്ടാണ് വ്യാസദേവന്റെ തുടക്കത്തിൽ തന്നെ ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് പറയുന്നത്. ലെറ്റ് മീ പേ മൈ ഹംബിൾ ഓഫ് റെസ്പെക്ട്ഫുൾ obeisances unto the supreme absolute truth Vasudeva. The whole Bhagavad Gita centers around the declaration that Krishna is the supreme personality of Godhead. അപ്പോൾ ഭഗവത്ഗീത നമ്മൾ ഏത് ശ്ലോകം എടുത്ത് വായിച്ചാലും ശരി, ഏത് ശ്ലോകത്തിൽ
ഡയറക്ട്ലി അല്ലെങ്കിൽ ഇൻഡയറക്ട്ലി, പ്രത്യക്ഷമായും പരോക്ഷമായും നമുക്ക് ഇതിന്റെ ഓരോ ശ്ലോകത്തിനെയും വിശകലനം ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവാം എന്താണ് ലോർഡ് കൃഷ്ണ ഇത് സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ്. ഭഗവാൻ കൃഷ്ണനാണ് പൂർണ്ണ പുരുഷോത്തം ഭഗവാൻ, പരമ ദിവ്യോത്തമ പുരുഷൻ. ദാറ്റ് ഈസ് ദ വേർഷൻ ഓഫ് ഓൾ ദി വേദിക് ലിറ്ററേച്ചേഴ്സ്. അപ്പോൾ എല്ലാ വേദിക് ലിറ്ററേച്ചറിന്റെ കൺക്ലൂഷൻ അതാണ്, സാരം അതാണ്. Parattatva means the supreme reality, who is understood by the knowers of the supreme as Brahman, Paramatma and Bhagavan. അപ്പോ ഈ വേദങ്ങൾ അറിയുന്ന ആൾക്കാര്, ജ്ഞാനമുള്ള ആൾക്കാര് ഈ പരമസത്യത്തിനെ 3 ആസ്പെക്ടോടുകൂടി മനസ്സിലാക്കുന്നു. ബ്രഹ്മൻ, പരമാത്മ ആൻഡ് ഭഗവാൻ. ഈ 3 ആസ്പെക്റ്റ് ആണ് ഭഗവാനിലുള്ളത്. അത് ജ്ഞാനികൾക്ക് മാത്രമേ ഉള്ളൂ. ജ്ഞാനി പറഞ്ഞാൽ പൂർണ്ണമായിട്ടും ജ്ഞാനമുള്ള ആൾക്കാർ, ഭക്തന്മാർ. സോ ഭഗവാൻ or the supreme personality of Godhead is the last word of the absolute truth. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഭഗവാൻ or the supreme personality of Godhead is the last word in the absolute. The last word പറയാൻ കാരണം എന്താണ്? It is the absolute truth. ഇവിടെ ഉറക്കെ പറയും മാജി. The absolute truth എന്നാണ് ഉദ്ദേശിക്കുന്നത്. ലാസ്റ്റ് വേർഡ് എന്ന് പറഞ്ഞാൽ the absolute truth. അപ്പൊ അതുകൊണ്ട് എന്താണ് ഡെഫിനേഷൻ? എന്താണ് മാതാജി പറയാൻ ഉദ്ദേശിക്കുന്നത്? ഭഗവാൻ കൃഷ്ണനാണ് പരമമായ സത്യം. Okay, agreed. But how you can define it more specifically? ഈ passage ഭഗവാൻ ഒന്നിലും ഡിപ്പെൻഡന്റ് അല്ല. ഐ മീൻ അല്ലേ? അതെ. ഈ കോണ്ടെക്സ്റ്റിൽ നമ്മൾ എന്താണ് മനസ്സിലാക്കുന്നത്? ഭഗവാൻ ഈസ് ദ ലാസ്റ്റ് വേർഡ്. ഈ കോണ്ടെക്സ്റ്റ്, ഈ പാരഗ്രാഫിന്റെ കോണ്ടെക്സ്റ്റിൽ നമ്മൾ എന്താണ് മനസ്സിലാക്കുന്നത്? അത് മനസ്സിലായില്ല ബ്രൂജി. ഓക്കെ, ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതിൽ ഞാൻ ഒന്നുകൂടി വായിക്കാം. Parattatva means supreme reality, who is understood by the knowers of supreme as Brahman, Paramatma and Bhagavan. Bhagavan or the supreme personality of Godhead is the last word in the absolute. അതായത് ഭഗവാനിലെ ബ്രഹ്മൻ, പരമാത്മ എന്നുള്ള ആസ്പെക്ട് കൂടിയുണ്ട്. ഭഗവാൻ ഇൻക്ലൂഡ്സ് ബോത്ത് ബ്രഹ്മൻ ആൻഡ് പരമാത്മ. ബ്രഹ്മൻ റിയലൈസേഷൻ ആൾക്കാർക്ക് ബ്രഹ്മൻ മാത്രമേ അറിയുള്ളൂ. ഭഗവാനിൽ അവർക്ക് വിശ്വാസമില്ല. ആ തത്വത്തിനെ അവർ ഇമ്പോർട്ടൻസ്. പരമാത്മാ റിയലൈസേഷൻ യോഗികള്, ബ്രഹ്മൻ റിയലൈസേഷൻ ജ്ഞാനികള്, പരമാത്മാ റിയലൈസേഷൻ പറഞ്ഞ യോഗികള്, അവർക്ക് ബ്രഹ്മനെ അറിയാം, പരമാത്മാവിനെ അറിയാം. ഭഗവാനിൽ അവർക്ക് വിശ്വാസമില്ല, അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കില്ല. പക്ഷെ ഭഗവാൻ റിയലൈസേഷൻ ഭക്തന്മാർക്ക് ബ്രഹ്മനെ അറിയാം, പരമാത്മാവിനെ അറിയാം, ഭഗവാനെ അറിയാം. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ഭഗവാൻ ഓർ ദ സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് ഈസ് ലാസ്റ്റ് വേർഡ് ഇൻ ദ അബ്സല്യൂട്ട്. അതാണ് ലാസ്റ്റ് വേർഡ്. കാരണം ഇറ്റ് ഇൻക്ലൂഡ്സ് ഓൾ അതർ ആസ്പെക്ട്സ്. ഭഗവാനിലെ മറ്റ് 2 ആസ്പെക്ട്സും കൂടി ഇൻക്ലൂഡ് ഉണ്ട്. സോ ഇറ്റ് ഈസ് ദ ലാസ്റ്റ് വേർഡ്. സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് എന്ന് പറഞ്ഞാൽ ബ്രഹ്മൻ മാത്രമല്ല, പരമാത്മാവ് മാത്രമല്ല, ഭഗവാൻ എന്ന് പറയണം. ഭഗവാൻ. ഭഗ പറഞ്ഞാൽ ഓപ്പുലൻസസ്, വൺ ഹു പൊസസസ് ദാറ്റ് ഓപ്പുലൻസസ്. എന്തെല്ലാമാണ് ഓപ്പുലൻസസ്? ശ്രീ അല്ലേ? അതല്ലേ ശ്രീ നോളജ്. എന്താണ് ശ്ലോകം? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഐശ്വര്യസ്യ സമഗ്രസ്യ വീര്യസ്യ യശശാസ്ത്രീയ ജ്ഞാന വൈരാഗ്യോശ്ചന്ന ഷണ്ണം ഭഗ ഇതിങ്കണം. ഓക്കെ, ഐശ്വര്യസ്യ എല്ലാ ഐശ്വര്യവും സമഗ്രമായിട്ട് പൂർണ്ണമായിട്ടുമുള്ള വ്യക്തി. എന്തെല്ലാം ഐശ്വര്യങ്ങള്? വീര്യശ്ച, വീര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ട്രെങ്ത്. യശസ് പറഞ്ഞ എന്താണ്? കീർത്തി.
കീർത്തി. ശ്രീ എന്ന് പറഞ്ഞാൽ എന്താണ്? ഐശ്വര്യം. ഐശ്വര്യം. ആ, ഒന്നുകൂടി ഉണ്ട്, സൗന്ദര്യം. സൗന്ദര്യം അല്ലേ? അപ്പൊ വീരശ്യ യശസ്സ ശ്രിയ ജ്ഞാന വൈരാഗ്യം. ജ്ഞാനം നോളജ്, ആ, വൈരാഗ്യം ഡിറ്റാച്ച്മെന്റ്. എല്ലാം കൂടി ഷൺമൻ ഭഗ ഇതിങ്ങൾ, അതായത് 6 ഈ 6 ഓപ്പുലൻസസ് ആണ്. ഓക്കെ, അതാണ് ഭഗവാൻ എന്ന് പറയുന്നത്. ഭഗവാൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ബ്രഹ്മനിലെ ഈ 6 ഉണ്ടോ? ഈ ബ്രഹ്മൻ ആസ്പെക്ടില് ഐശ്വര്യസ്യ സമഗ്രസ്യ വീരസ്യ യശസ്സാശ്രിയ ജ്ഞാന വൈരാഗ്യം ഇത് എല്ലാം ഉണ്ടോ ബ്രഹ്മനില്? ഇല്ല. ഇല്ല. അവരുണ്ടോ? പരമാത്മാവിനും ഇല്ല, ഇതെല്ലാം ഇല്ല. ഭഗവാനിലോ ഇതെല്ലാം ഉണ്ട് ഉണ്ട്. അല്ലേ? അപ്പൊ അതാണ് വ്യത്യാസം. ഇപ്പൊ ബ്രഹ്മൻ ആ നോളജ് ഇൻകംപ്ലീറ്റ് ആണ്, പരമാത്മാ നോളജ് ഇൻകംപ്ലീറ്റ് ആണ്. ഭഗവാൻ നോളജ് ആണ് സുപ്രീം അബ്സല്യൂട്ട് ട്രൂത്ത്, അത് കംപ്ലീറ്റ് ആണ്. ഇതാണ് വ്യത്യാസം. അപ്പൊ അത് തെറ്റല്ല, ബ്രഹ്മൻ റിയലൈസേഷൻ തെറ്റല്ല, അതും ട്രാൻസെൻഡന്റൽ നോളജ് ആണ്, പക്ഷെ ഇൻകംപ്ലീറ്റ് നോളജ് ആണ്. പരമാത്മാ നോളജും ഇൻകംപ്ലീറ്റ് നോളജ്, ഭഗവാൻ നോളജ് കംപ്ലീറ്റ് ആണ്. കാരണം അതില് ബ്രഹ്മൻ നോളജും പരമാത്മാ നോളജും അടങ്ങിയിട്ടുണ്ട്. അതിലെ ഈ 6 ഓപ്പുലൻസസും സമഗ്ര രൂപത്തിലുണ്ട്, പൂർണ്ണമായിട്ടും അതിലുണ്ട്. 100%. ബ്രഹ്മനിലെ ബ്യൂട്ടി എവിടെ? ഭഗവാന്റെ ബ്യൂട്ടി ഉണ്ടോ? ഭഗവാന്റെ യശസ് ഉണ്ടോ? ഒക്കെ ഇൻകംപ്ലീറ്റ് ആണ് അല്ലേ? ബ്രഹ്മൻ ഒരു അബ്സ്ട്രാക്ട് ലൈറ്റ്, ഒരു ശക്തി, എല്ലാം ബ്രഹ്മനാണ് പറയും, സർവം കൽവിതം ബ്രഹ്മൻ. പക്ഷെ ഈ എല്ലാ ഐശ്വര്യങ്ങളും ഷഡൈശ്വര്യങ്ങളും അടങ്ങിയത് ഭഗവാൻ എന്നുള്ള ആസ്പെക്റ്റിലുള്ളൂ. ഓക്കെ, അതുകൊണ്ടാണ് ദാറ്റ് ഈസ് ദ ലാസ്റ്റ് വേർഡ് ഇൻ ദ അബ്സല്യൂട്ട് എന്ന് പറയുന്നത്. സോ ദർ ഇസ് നത്തിങ് മോർ ദാൻ ദാറ്റ്. ഭഗവാനിലും മീതെ ഒന്നുമില്ല. ദ ലോർഡ് സേസ് മത്ത പരതരം ന അന്യത് കിഞ്ചിത് അസ്തി ധനഞ്ജയ. ഭഗവത്ഗീതയിൽ ഭഗവാൻ അർജുനോട് പറഞ്ഞു കൊടുക്കുന്ന ബ്യൂട്ടിഫുൾ ശ്ലോകാണത്. ഓക്കെ, മത്ത പരതരം ന അന്യത് കിഞ്ചിത് അസ്തി ധനഞ്ജയ മയി സർവം ഇതം പ്രോതം സൂത്രേ മണി ഗണായി. ഞാനല്ലാതെ ഒരു ഉയർന്ന തത്വം ഇല്ല. എനിക്ക് സമമായിട്ടോ എനിക്ക് മുകളിലോ ഒരു തത്വമില്ല. ഓക്കെ, നോബഡി ഈസ് ദർ. അസമ ഊർധ്വ. അതുകൊണ്ട് ഭഗവാൻ എന്താ പറയുന്നത്? അസമ ഈക്വൽ, ഊർധ്വ മീതെ ആരുമില്ല. ലാസ്റ്റ് വേർഡ് ഭഗവാൻ. സോ എന്നിൽ മുകളില് ഒരു തത്വമില്ല, ഞാനല്ലാതെ വേറെ തത്വമില്ല. മത്ത പരതരം കിഞ്ചിത് അസ്തി ധനഞ്ജയ മയി സർവം ഇതം പ്രോതം സൂത്രേ. എങ്ങനെ ഒരു മുത്തുമാലയില് മുത്തുകളെല്ലാം കോർത്തിണക്കി വെച്ചിരിക്കുന്ന ആ ഒരു ത്രെഡ് അല്ലെ, ആ മുത്തിന്റെ ഇടയിൽ കൂടെ പോകുന്നൊരു ത്രെഡ് എങ്ങനെ എല്ലാറ്റിനെയും അതിനെ ചേർത്ത് പിടിച്ചു വെക്കുന്നുവോ, അതേപോലെ ഈ പ്രപഞ്ചത്തിൽ എല്ലാറ്റിനെയും ഞാൻ ചേർത്ത് പിടിച്ചു വെക്കുന്നു. എവറിത്തിങ് ഈസ് റെസ്റ്റിംഗ് ഓൺ മീ. എങ്ങനെ മുത്തുമാലയെ ഒരു നെക്ലസ് ആയിട്ട് ചേർത്ത് വെക്കുന്നു, അതേപോലെ പ്രപഞ്ചത്തിന് എല്ലാറ്റിനെയും അതിൻ്റെതായിട്ടുള്ള സ്ഥാനത്ത് വേണ്ടുന്ന വിധത്തില് കോർത്തിണക്കി വെക്കുന്നതും ഞാനാണ്, എൻ്റെ എനർജിയാണ്. അപ്പൊ ഞാനല്ലാണ്ട് വേറൊരു സത്യം ഇല്ല എന്ന് വളരെ ക്ലിയർ ആയിട്ട് പറയുന്നു. ആരാ പറയുന്നത്? ഭഗവാൻ കൃഷ്ണൻ. അപ്പൊ നമ്മൾ ആ ഭഗവാൻ കൃഷ്ണനെ മാറ്റി നിർത്തിയിട്ട് ശക്തിയെ പറയാൻ പറ്റുമോ? കൃഷ്ണൻ സ്വയം ഞാനാണെന്ന് പറയുന്നു. അപ്പൊ നമ്മൾ അതിനെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. അല്ലാതെ കൃഷ്ണനല്ല, ആ കൃഷ്ണന്റെ ശക്തിയാണ് ഇതെല്ലാം. നമ്മൾ എന്തിനാ അങ്ങനെ ഒരു നിർവചനം അവിടെ കൊണ്ടിട്ടേണ്ട ആവശ്യം എന്താ? ഞാൻ പറയണേ എനിക്കൊരു ഗ്ലാസ് വെള്ളം തരൂ. അപ്പൊ നിങ്ങൾ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തിട്ട് അവിടെ വയ്ക്കാൻ, എന്നിലുള്ള ശക്തിയാണ് ഈ വെള്ളം കുടിക്കുന്നത് അല്ലേ? അല്ല, ഞാനാണ് വെള്ളം കുടിക്കുന്നത്. അപ്പോൾ ഐ ബീങ് എ പേഴ്സൺ, അതേപോലെ ഭഗവാൻ ഒരു പേഴ്സൺ ആണ്. ആ പേഴ്സണ് ശക്തിയുണ്ട്. ദാറ്റ് ഈസ് അനദർ ആസ്പെക്ട്.
അത് നമ്മൾ മനസ്സിലാക്കണം. ബ്രഹ്മൻ എന്നുള്ള ആസ്പെക്റ്റും പരമാത്മാവിനുള്ള ആസ്പെക്റ്റും പോലെ എന്നെ ഈ പേഴ്സൺ എന്ന നിലയ്ക്ക് എനിക്ക് പല സ്കിൽസ് ഉണ്ടായിരിക്കാം, പല ടാലന്റ് ഉണ്ടായിരിക്കാം, പല കേപ്പബിലിറ്റി ഉണ്ടായിരിക്കാം, എല്ലാവർക്കും അതേപോലെ. പക്ഷെ അത് സെക്കൻഡറി ആണ്. ഈ പേഴ്സൺ ഉണ്ടാവുന്നതുകൊണ്ടുള്ള സ്കിൽസും ടാലൻസും കേപ്പബിലിറ്റീസ് ഒക്കെ വരുന്നത്. സോ പേഴ്സൺ ഈസ് ഇമ്പോർട്ടൻറ്റ്. അതാണ് ഇവിടെ ഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്നത് ഈ ശ്ലോകത്തിലൂടെ. പ്രഭാത അതിൻ്റെ വളരെ ക്ലാരിറ്റിയോടുകൂടി നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നു. ഇംപേഴ്സൺ ബ്രഹ്മൻ ഈസ് ആൾസോ സപ്പോർട്ടഡ് ബൈ കൃഷ്ണ. ഉണ്ടോ? അതിന്റെ ഉദാഹരണം ഭഗവത്ഗീതയില് ബ്രഹ്മണോ ഹി പ്രതിഷ്ഠ അഹം. അപ്പോ ബ്രഹ്മന്റെ ബേസിസ്, അതിന്റെ ബേസ്, അതിന്റെ ഫൗണ്ടേഷൻ ഞാനാണെന്ന് പറയുന്നു. ബ്രഹ്മണോ ഹി പ്രതിഷ്ഠാഹം ഭഗവാൻ പറയുന്ന ഭഗവത്ഗീതയില്. ഈ ബ്രഹ്മൻ എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ശക്തി, ബ്രഹ്മൻ, തേജസ് എന്ന് വേണമെങ്കിൽ കാണാം. അപ്പൊ അതിന്റെ ആ ഒരു ഫൗണ്ടേഷൻ അത് ഞാനാകുന്നു ഭഗവാൻ പറയുന്നുണ്ട്. ബ്രഹ്മണോ ഹി പ്രതിഷ്ഠാഹം. Therefore, in all ways, Krishna is supreme reality. അതാണ് പരമസത്യം. കൃഷ്ണനാണ് പരമസത്യം. One whose mind, intelligence, faith and refuge are always in Krishna, or in other words, one who is fully in Krishna consciousness is undoubtedly washed clean of all misgivings and is perfect knowledge in everything concerning transcendence. പൂർണ്ണമായിട്ടും ഭഗവാനെ ആശ്രയിച്ച് ഭഗവാനെ ശരണം പ്രാപിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു തരത്തിലുള്ള സംശയത്തിനും ഇടവരില്ല. അൺഡൗട്ടഡ്ലി washed clean of all misgivings and is in perfect knowledge in everything concerning transcendence. ആത്മീയ തരത്തിലുള്ള എല്ലാ അറിവും ആ വ്യക്തി കിട്ടും. So a Krishna conscious person can thoroughly understand that there is duality, simultaneous identity and individuality. എന്താണ് ഡ്യുവാലിറ്റി എന്ന് പറയുന്നത്? ഒരേ സമയത്ത് തന്നെ നമുക്ക് ഐഡന്റിറ്റി ഉണ്ട്, അതുപോലെ അസ്തിത്വമുണ്ട്. In Krishna, and equipped with such a transcendent knowledge, one can make steady progress on the path of liberation. ഒരേ സമയത്ത് തന്നെ നമ്മളുടെ ഐഡന്റിറ്റി മമായി മാംസോ ജീവലോകി ജീവഭൂത സനാതന എന്നുള്ള ഐഡന്റിറ്റി നമുക്കുണ്ടായിരിക്കും. അതേപോലെ നമ്മളുടെ ഇൻഡിവിജ്വാലിറ്റി ആസ് എൻ ഇൻഡിവിജ്വൽ സോൾ നെവർ ഗോയിങ് ടു മെർജ് വിത്ത് ദ സുപ്രീം സോൾ. ഓരോരുത്തർക്കും ഇൻഡിവിജ്വാലിറ്റി ഉണ്ട്. ഭഗവാന്റെ എത്ര പാർട്ട് ആൻഡ് പാർസൽ ഉണ്ട്. ഇത് കൂടുകയോ കുറയോ? എപ്പോഴേലും കൂടുകയോ കുറയോ? ഭഗവാന് എക്സ് എമൗണ്ട് ഓഫ് പാർട്ട് ആൻഡ് പാർസൽ ഉണ്ട്, ജീവാത്മാക്കളുണ്ട്. അത് ഏതെങ്കിലും സമയത്ത് ഭഗവാൻ അല്ലെങ്കിൽ 10 മില്യൺ 10 ട്രില്യൺ 10 ജില്യൺ എന്താ പറയാ ആത്മാക്കൾ ജീവാത്മാക്കളെ എന്നെ സേവിക്കാനുണ്ട്. അത് പോരാ, എനിക്ക് കുറച്ചും കൂടി ഉണ്ടാക്കണം. അല്ലെങ്കിൽ ഇത്ര കൂടുതലാണ്, ഞങ്ങൾക്ക് കുറച്ച് കുറയണം. അങ്ങനെ എപ്പോഴും ഭഗവാൻ ചിന്തിക്കാറുണ്ടോ? അങ്ങനെ നടക്കുമോ? കൂടുകയോ കുറയോ ജീവാത്മാക്കളുടെ നമ്പർ? പിന്നെ എങ്ങനെയാണ് ഈ പോപ്പുലേഷൻ, മനുഷ്യന്റെ പോപ്പുലേഷൻ കൂടുന്നത്, മനുഷ്യന്റെ പോപ്പുലേഷൻ കുറയുന്നത്, മൃഗങ്ങളുടെ പോപ്പുലേഷൻ കൂടുന്നത് കുറയുന്നത് എന്തുകൊണ്ടാണ്? പിന്നെ കൂടുന്നു കുറയുന്നില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എങ്ങനെ സംഭവിക്കുന്നത്? ഇത് സൃഷ്ടിയുടെ അന്ത്യത്തില് ഭഗവാന്റെ ഉള്ളില് വിലയം പ്രാപിക്കുന്നല്ല, അങ്ങനെയല്ലേ ഇപ്പൊ? അല്ല, ഞാൻ അത് പറഞ്ഞൊരു എക്സാമ്പിൾ പറഞ്ഞപ്പോ എക്സ് മില്യൺ ഓക്കെ ഹ്യൂമൻ ബീങ്സ്, വൈ മില്യൺ ഓർ ട്രില്യൺ ഓർ ബില്യൺ whatever it is animals. പക്ഷെ ചില സമയത്ത് അവിടെ കുറയുന്നു, ഇവിടെ കൂടുന്നു, ഇവിടെ കൂടുന്നു, ഇവിടെ കുറയുന്നു, അവിടെ കൂടുന്നു. ചില ആൾക്കാർ പിന്നെ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ, ഒരുപാട് പോപ്പുലേഷൻ കൂടി മനുഷ്യരുടെ. ഒരു എക്സ് എമൗണ്ട് ആണ്, അത് കൂടുന്നു കുറയുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെ കൂടും കുറയും? നമുക്ക് കൂടുന്നു കുറയുന്നു തോന്നുന്നത് എങ്ങനെ പറയുന്നത്? ഏത് ബേസിസിലാണ്?
എന്താണ് ഉത്തരം? ഭൂമിയിലുള്ള ആത്മാക്കളാണോ കൂടുതൽ പറയുന്നത്? I mean, ഈ പ്രപഞ്ച ഭൂമിയിൽ ഈ പ്രപഞ്ചത്തിലുണ്ട്. ഇപ്പൊ നമ്മളിപ്പോ ഓക്കെ, നമ്മള് ഇത് മനസ്സിലാക്കാൻ വേണ്ടി ഭൂമിയിലെ ആത്മാക്കൾ എടുക്കാം. ഈ യൂണിവേഴ്സിൽ എല്ലാ സ്ഥലത്തും സർവ്വഗത എന്ന് പറയുന്നത്, ലിവിങ് എൻറ്റി സർവ്വഗത, എല്ലാ സ്ഥലത്തും ഉണ്ട്. ഈവൻ സൺ പ്ലാനറ്റിലുണ്ട്. അവിടെ സൺ പ്ലാനറ്റിൽ എങ്ങനെ ജീവജാലങ്ങൾ ജീവിക്കുക? അത്രയും ചൂടല്ലേ. അപ്പൊ ആ അറ്റ്മോസ്ഫിയറിന് കണ്ടീസീവ് ആയിട്ട് ജീവിക്കാൻ പറ്റുന്ന ജീവജാലങ്ങൾ അവിടെ ഉണ്ട്. ഫയർ ബാക്ടീരിയ കേട്ടില്ലേ? ഫയറിൽ ബാക്ടീരിയ ഉണ്ട്, നമുക്കറിയോ എങ്ങനെയാ ജീവിക്കുന്നത്? അതേപോലെ അവിടെ ജീവിക്കാൻ ഉതകുന്ന ജീവജാലങ്ങൾ അവിടെയുണ്ട്. നമുക്കിത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഓക്കെ, ഭൂമിയിൽ എടുക്കുക. ഭൂമിയിൽ നമ്മൾ പറയുന്നു, ഇപ്പോ സെൻസസ് എടുക്കുകയാണ്. സേ ഇന്ത്യയിലത്തെ ഫോർ എക്സാമ്പിൾ 140 ക്രോസ് ആണ് നമ്മളുടെ ജനസംഖ്യ. 10 കൊല്ലം കഴിഞ്ഞാൽ അത് 200 ക്രോസ് ആവുന്നു. എങ്ങനെ കൂടുന്നത്? സോഴ്സ് ലിമിറ്റഡ് ആണ്, കൂടൂല കുറയൂല. എങ്ങനെ ഇത് കൂടുന്നത്, എങ്ങനെ കുറയുന്നത്? ഇതാണ് ചോദ്യം. സിമ്പിൾ ആണ് ആൻസർ. മറ്റ് ലോകങ്ങളിൽ നിന്ന് വരുന്ന ഭഗവാന്റെ മറ്റ് ബ്രഹ്മാണ്ടങ്ങളിലൊക്കെ ഉണ്ടാവുന്നു. മറ്റേ ഈ ബ്രഹ്മാണ്ടത്തിൽ തന്നെ ഇഷ്ടം പോലെയുണ്ട്. ഇതിനെ മറ്റുള്ള ഞാൻ ആൻസർ ഇത്ര വളരെ സിമ്പിളാണ്. നമ്മളെ ഇപ്പൊ എന്റെ ഈ ജീവിതം കഴിഞ്ഞാൽ ഞാൻ മനുഷ്യനാവോ മൃഗമോ എങ്ങനെ അറിയാൻ പറ്റും? അപ്പൊ മനുഷ്യരിൽ നിന്ന് മൃഗങ്ങളാവാം, മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരാവാം, പക്ഷികളിൽ നിന്ന് മൃഗങ്ങളാവാം, മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരാവാം, അല്ലെ? പക്ഷികളിൽ നിന്ന് മനുഷ്യരാവാം, കൃമികീടങ്ങളിൽ നിന്ന്. അതേപോലെ മനുഷ്യർ കൃമികീടങ്ങളിലേക്ക് പോവാം, പക്ഷികളിലേക്ക് പോവാം. അപ്പോ നമ്പർ ഓഫ് സോൾസ് ഇസ് സെയിം, ബോഡി ചേഞ്ചസ്, അല്ലെ? അപ്പൊ അതുകൊണ്ട് നമുക്ക് തോന്നാം ഇവിടെ കൂടി അവിടെ കുറഞ്ഞു. ഈ സ്പീഷീസ് എക്സ്റ്റിങ്ക്റ്റ് ആയാലും ശരി, ആയില്ലെങ്കിലും ശരി, ആ ജീവാത്മാക്കൾ വേറെ ശരീരം എടുത്തു. അപ്പൊ ഈ കംപ്ലീറ്റ് മനുഷ്യ സമൂഹം നശിച്ചാലും ശരി, ആ ആത്മാക്കൾ നശിപ്പിക്കുന്നില്ല. ആത്മാക്കൾ വേറെ ശരീരം എടുത്തു പോയി. ഒരിക്കലും നമ്പർ ഓഫ് സോൾസ് ഒരിക്കലും കൂടുന്നില്ല, ഒരിക്കലും കുറയുന്നില്ല. അവരുടെ ശരീരം മാറുമായിരിക്കും. 1,00,000 ആൾക്കാരുണ്ട്, 1,00,000 മൃഗങ്ങളുണ്ട്. ഇത് മാത്രം നമുക്ക് കണക്കും. ഓക്കെ, ഈ 1,00,000 ആൾക്കാരിൽ 10,000 ആൾക്കാർ മരിച്ചു. അതിൽ 5,000 ആൾക്കാരും വീണ്ടും മനുഷ്യരായി ജനിച്ചു. 5,000 എവിടെ പോയി? മൃഗമായിട്ട് ജനിച്ചു. അതേപോലെ 10,000 മൃഗങ്ങൾ മരിച്ചു. ഈ 10,000 മൃഗങ്ങൾ മനുഷ്യരായി. അപ്പൊ എത്രയും 105,000 ആയില്ലേ? 5,000 ഇവിടെ മനുഷ്യരായിട്ടുള്ള 5,000 മൃഗങ്ങളായിട്ട് പോയില്ലേ? അപ്പൊ നമ്മളുടെ ഇവിടെ കൂടി അവിടെ കുറഞ്ഞു ആയില്ലേ? ശരീരം മാത്രമേ മാറുന്നുള്ളൂ, നമ്പർ ഓഫ് സോൾസ് റിമെയിൻ സെയിം. മനസ്സിലായോ? ഐഡിയ മനസ്സിലായോ? മനസ്സിലായി പ്രഭുജി. അതുകൊണ്ട് ഭഗവാന്റെ ആ അംശങ്ങളായിട്ടുള്ള ജീവാത്മാക്കള് ഏത് ശരീരത്തിലായാലും ശരി, അത് കൂടുന്നില്ല, കുറയുന്നില്ല. നമ്പർ ഓഫ് സോൾസ് റിമെയിൻ സെയിം. ബോഡി മേ ചേഞ്ച്, അതനുസരിച്ച് നമുക്ക് പോപ്പുലേഷൻ കൂടി കുറഞ്ഞു എന്നൊക്കെ തോന്നുന്നു മാത്രമേ. പക്ഷെ ഒരിക്കലും ആത്മാവിന്റെ എണ്ണം കൂടുന്നില്ല, അതേപോലെ കുറയുന്നില്ല. ക്ലിയർ ആയില്ലേ? ഹരേ കൃഷ്ണ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമഃ. अनंत कोटि वैष्णव की जय, श्रील प्रभुपाद की जय, गुरु महाराज की जय, जय गो प्रेमानंदे। हरे कृष्ण।